അവിടെ തീ തുപ്പുന്ന സൈലൻസർ ഘടിപ്പിച്ച് ബൈക്ക് യാത്ര ചെയ്ത യുവാവിനെതിരെ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് RTO. തിരുവനന്തപുരം സ്വദേശി കിരൺ ജ്യോതിക്കെതിരെയാണ് കേസെടുത്തത്. ഇടപ്പള്ളി കളമശ്ശേരി റോഡിൽ 2 ദിവസം മുമ്പായിരുന്നു രൂപമാറ്റം വരുത്തിയ ബൈക്കുമായി യുവാവിന്റെ യാത്ര. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ആലപ്പുഴയിൽ നമ്മൾ കണ്ടതാണ് ഓടുന്ന കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കുളിച്ച ഒരു വിദ്വാന്റെ ചേഷ്ടകൾ. അതിനുശേഷമാണ് ഇപ്പോൾ നിരത്തിൽ ഇങ്ങനെ ഒരുപക്ഷെ കണ്ടു നിൽക്കുന്നവർക്ക് കൗതുകവും ഒപ്പം ഭീതിയും വരുന്ന തരത്തിലുള്ള യാത്ര. ശക്തമായ നടപടിയിലേക്കാണോ പോകുന്നത്? രഞ്ജിത്ത്, സഞ്ജു ടെക്കിക്കെതിരെ എടുത്ത നടപടി, പിന്നീട് കോടതിയുടെ ഇടപെടലൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുന്നതാണ്. എന്നിട്ട് പോലും നമ്മുടെ യുവാക്കൾക്ക് അതിലോടൊന്നും പേടിയില്ല എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ തന്റെ ബൈക്കിലെ സൈലൻസറിൽ അതിൽ തീ തുപ്പുന്ന ഒരു സംവിധാനം ഘടിപ്പിച്ചുകൊണ്ടാണ് യുവാവ് NH-ലൂടെ, അതായത് എടപ്പള്ളി കളമശ്ശേരി റോഡിലൂടെ തന്നെ ഇങ്ങനെ ആരെയും ഭയമില്ലാതെ ഈ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ഈ തീ പുക സൈലൻസറിലൂടെ തീ ഉയർത്തിക്കൊണ്ട് കടന്നു പോകുന്നത്. ഇത് തൊട്ടുപുറകിൽ വന്ന കാറിലെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. ഈ എറണാകുളം സ്വദേശിയുടെ കാറിലായിരുന്നു ഈ ദൃശ്യങ്ങൾ പകർന്നത്. അയാൾ ഉടനെ തന്നെ RTO വിവരം അറിയിക്കുകയായിരുന്നു. 2-ാം തീയതിയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം RTO നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം സ്വദേശിയുടെ വാഹനമാണ്, ബൈക്കാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചെന്നൈയിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശിയായ കിരൺ ജ്യോതിയുടെ ബൈക്കാണ്, കിരൺ ജ്യോതിയാണ് ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോയതെന്ന് മനസ്സിലായത്. അന്ന് തന്നെ കിരൺ ജ്യോതിയുടെ ഇതിന്റെ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ കിരൺ ജ്യോതിയുടെ അച്ഛനോട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം കിരൺ ജ്യോതിയുടെ അച്ഛന്റെ പേരിലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും നടപടി കടുപ്പിക്കാൻ തന്നെയാണ് RTO തീരുമാനിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കും. അതോടൊപ്പം യുവാവിന്റെ ലൈസൻസ് കൂടി റദ്ദാക്കി കടുത്ത നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് RTO തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ലൈസൻസ് റദ്ദാക്കുക, വാഹനം രജിസ്ട്രേഷൻ റദ്ദാക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ യുവാക്കൾ വീണ്ടും ഇത്രയും അപകടകരമായിട്ടുള്ള രീതിയിൽ നിരത്തിലിറങ്ങുന്നത് അത് എപ്പോഴും നമുക്ക് ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. ആ വാഹനത്തിന്റെ പുറകിൽ വരുന്ന വാഹനങ്ങൾക്കൊക്കെ തീർച്ചയായും ഒരു ആശങ്കയുണ്ടാവും. ഈ തീ പടരുമോ? അല്ലെങ്കിൽ നമുക്കറിയാം എറണാകുളം പോലുള്ള നഗരത്തിൽ, പ്രത്യേകിച്ച് ഇടപ്പള്ളി ഭാഗങ്ങളിലൊക്കെ പെട്രോളിയം വാഹനങ്ങളും കണ്ടെയ്നർ ലോറികളും ഒക്കെ എപ്പോഴും കടന്നു പോകുന്ന സ്ഥലം കൂടിയാണ്. ഏതെങ്കിലും വിധത്തിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും ഇതിന് ഉത്തരവാദം പറയുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കിരൺ ജ്യോതിനെ ഉടനെ തന്നെ ചെന്നൈയിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ഉടൻ തന്നെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവും RTO നൽകിയിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും തീതുപ്പുന്ന ബൈക്ക് ഓടിച്ചാണ് കൊച്ചിയുടെ നിരത്തുകളിലൂടെ ഈ വിരുദ്ധൻ പാഞ്ഞത്. ഇയാൾക്കും പണി കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.